പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ പടകിൽ അടിച്ചതുകൊണ്ട് പടക് നിറഞ്ഞു തുടങ്ങി. നമുക്ക് അറിയാം എന്താ നടന്നതെന്ന്. രാത്രി സമയത്ത് യേശുവും ശിഷ്യന്മാരും പടക് എടുത്ത് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ പോകുന്ന വഴിയിൽ കടലിൽ കൊടുങ്കാറ്റുണ്ടായി, വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ പടകിൽ അടിച്ചുകൊണ്ടിരുന്നു. പടക് നിറയാനും തുടങ്ങി. എന്നെ ചിന്തിപ്പിച്ചത്, കർത്താവ് യേശു ക്രിസ്തു ആ പടകിലുണ്ടായിരുന്നു. എന്നിട്ടും പടകിൽ കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ അടിച്ചു. ആ പടക് മുങ്ങാറായി, വെള്ളം നിറഞ്ഞ് മുങ്ങാറായിരുന്നു. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ നമ്മൾ നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നം വരുത്തില്ല എന്നല്ല. പ്രശ്നം വരും, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, കഷ്ടത വരും, ദുഃഖം വരും, നിരാശകൾ വരും നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര ദുഃഖം വന്നാലും നമ്മൾ തളരത്തില്ല, നമ്മൾ മുങ്ങിപ്പോകത്തില്ല, നമ്മൾ നശിക്കത്തില്ല, നമ്മൾ ഇല്ലാതാകത്തില്ല. കർത്താവായ ദൈവം നമ്മളെ താങ്ങി നടത്തുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കൊടുങ്കാറ്റുണ്ടായിട്ട് തിരമാലകൾ അടിച്ചു. അവരുടെ പടക് നിറഞ്ഞ് തുടങ്ങിയായിരുന്നു, മുങ്ങിപ്പോകാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ അത് മുങ്ങിയില്ല. കാരണം എന്തുവാ? കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു ആ പടകിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. എന്നിട്ട് ശിഷ്യന്മാരോട് 2 ചോദ്യം ചോദിച്ചേ. 1, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? 2, നിങ്ങളുടെ വിശ്വാസം ഇപ്പോഴും കുറവാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ എന്നിൽ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലയോ? ഇന്ന് ഈ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുക കർത്താവ്. ജീവിതമാകുന്ന നമ്മുടെ പടകിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഭയപ്പെടണം? നമ്മൾ ഒരിക്കലും നശിക്കത്തില്ല, ഒരിക്കലും തളരത്തില്ല. കർത്താവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുക, വിശ്വാസത്തിൽ കുറവുണ്ടായിരിക്കരുത്. വിശ്വസിക്കുക, ഭയപ്പെടാതെ മുമ്പോട്ടുള്ള യാത്ര, ജീവിതയാത്ര ക്രിസ്തു യേശുവിൻ്റെ കൂടെ തികയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറട്ടെ. ആമേൻ.